ഇതൊരു ഓലപ്പാമ്പ് കാട്ടിയുള്ള ഭീഷണിയായിട്ട് ഈ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബത്തിന് തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കൊക്കൈൻ കേസ് കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസാണ്, പക്ഷേ കൊക്കൈൻ കേസ് എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മയക്കുമരുന്ന് പിടികൂടിയാൽ ഒന്നും അങ്ങനെ കാര്യമായി ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കേരളം വന്നതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ ആത്മവിശ്വാസം? ഒരിക്കലുമല്ല. ഒരു കേസ് അതിന്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മയക്കുമരുന്ന് കേസിൽ പെട്ടാൽ രക്ഷപ്പെട്ടു പോകുമെന്ന് കരുതുന്ന മൗഢ്യമാണ്. സാറ് പറഞ്ഞ SP അദ്ദേഹം പറഞ്ഞതുപോലെ മയക്കുമരുന്ന് കേസ് എന്ന് പറയുന്നത് സാധാരണ ക്വാണ്ടിറ്റിക്ക് അപ്പുറം വന്നാൽ വളരെ കഠിനമായ ഒരു നിയമമാണ്. അതിനകത്ത് പെട്ടുപോയാൽ കർശനമായ ശിക്ഷയാണ് കിട്ടുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സൈസ് ഒക്കെ എടുക്കുന്ന കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ അതിന്റെ ശിക്ഷയുടെ ശതമാനം 90-നും 95-നും ഇടയ്ക്കുള്ള ശതമാനത്തിലാണ് ശിക്ഷ വിധിക്കുന്നത്. വളരെ കൂടിയ ശിക്ഷയാണ്. 20 years 2 lakhs rupees ഒക്കെയാണ് ഈ അടുത്ത സമയത്ത് വിധിച്ച കേസുകളിൽ മിക്കതിലും വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു 10 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ ചെറുതായ ഒരു ടെക്നിക്കൽ എററിന്റെ പേരിലാണ് ഇത് വിട്ടുപോയത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കഞ്ചാവ് കേസിനകത്ത് NDPS കേസിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും പ്രതിക്ക് ആയിരിക്കാം. ശ്രീ ചിറക്കരമതി, ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത് 2015 എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന ഷൈൻ ടോം ചാക്കോയുടെ വിഷ്വൽ നമുക്കുണ്ട്. 10 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന വിഷ്വൽ നമുക്കുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ 10 വർഷം കഴിഞ്ഞു പോയി. ഷൈൻ ടോം ചാക്കോ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, കൂടുതൽ വലിയ ഇൻഫ്ലുവൻസറായി, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് അബ്യൂസ് അതുപോലെ തുടരുന്നു. ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ട് ചെയ്യാൻ പരമാവധി ഇത്രയും ഒന്ന് പിടിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന അത്രേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് വരുമ്പോൾ സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുക? സമൂഹം കാണുന്നതിനൊരു തെറ്റായ ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഇന്നിപ്പോ നടന്ന സംഭവത്തിനകത്ത് അദ്ദേഹത്തിൽ നിന്ന് മെറ്റീരിയൽ പിടിച്ചെടുക്കാത്തടത്തോളം കാലം, അദ്ദേഹത്തിന് എതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. പിന്നെ 29 എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും ഗൗരവമായ ഒരു സെക്ഷനാണ് 29. ഇപ്പൊ 29 എന്ന് പറയുന്ന സെക്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ക്രൈം നടന്നിരിക്കണം, ഒരു മെറ്റീരിയൽ റിസീവ് ചെയ്തിരിക്കണം, നമ്മൾ പിടികൂടിയിരിക്കണം, ഒന്നിലധികം കുറ്റവാളികൾ ഉണ്ടായിരിക്കണം. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ നടന്നു എന്നതിനെ ബേസ് ചെയ്തുള്ള സെക്ഷനാണ് 29. അതിലൊരാൾ പെട്ടുപോയാൽ അത് പെട്ടത് തന്നെയാണ്. അത് 20 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ കിട്ടാവുന്ന വലിയ ഗൗരവമുള്ള വകുപ്പാണ്. പക്ഷെ ഇവിടെ ഒരു ക്രൈം FIR വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പോലീസിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും ഒരു തുമ്പ് കയ്യിൽ ഉണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മൊഴിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 180-ലധികം രാജ്യങ്ങളിൽ പ്രസിദ്ധരായിരുന്ന ആളുകളാണ് മറഡോണയും മൈക്കൽ ജാക്സണും ഒക്കെ. കോടാനുകോടിയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകൾ മയക്കുമരുന്ന് എന്ന് ഉപയോഗിച്ചു തുടങ്ങിയോ അന്ന് ദയനീയമായ ദുരന്തത്തിലൂടെ മരണമടയുക ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ കേരളം ലോകത്തിന്റെ ഒരു അറ്റത്തുള്ള ഒരു പൊട്ടുപോലുള്ള കേരളത്തിൽ ഒരു സിനിമാ നടന് ഏതുവരെ എത്താൻ പറ്റും? ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയത്തുമില്ല. അദ്ദേഹം ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ കണ്ടാലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും അവശതകളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. എത്ര നാൾ പോകും നമ്മൾ കണ്ടറിയണം. ശരി, അത് സങ്കടകരമായ കാര്യമാണ്. ഡീഗോ മറഡോണ, അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച മൈക്കിൾ ജാക്സൺ, സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോൺ, അങ്ങനെ ഈ ഡ്രഗ് കൊണ്ട് ആരോഗ്യം നശിച്ച, അകാലത്തിൽ മരണത്തിൽ കീഴടങ്ങേണ്ടി വന്ന ലോകോത്തരരായ പ്രതിഭകൾ എത്രയുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിഭകൾ കൂടി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.